നമസ്കാരം, മച്ചാക്കാട്ടൂരാണേ. അപ്പം ഇന്ന് ഒരു ഡിസ്ട്രി വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അത് നമ്മുടെ ദൂരപ്രദേശമൊന്നുമല്ല, നമ്മുടെ നെടുമ്പനയുടെ തന്നെ പ്രാന്തപ്രദേശമായ പെരുമ്പുഴ എന്ന് പറയുന്ന വഞ്ചിമുക്ക് കഴിഞ്ഞിട്ട് വരുന്ന ജംഗ്ഷൻ്റെ തൊട്ടടുത്തുള്ള ഒരു അതുല്യ കലാകാരി, ഒരു പാട്ടുകാരി, എല്ലാ ഗാനങ്ങളും നല്ല രീതിയിൽ ആലപിക്കുന്ന ഒരു ഗായികയെ ഞാൻ ഇന്ന് നമ്മുടെ മീഡിയയ്ക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. അപ്പം എല്ലാവരും ഇത് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആ ഗായികയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചക്കരച്ചേലുള്ള പെണ്ണെ, എൻ്റെ കുഞ്ഞു മനസ്സിലെ പൊന്നോ, എന്തൊരു ചന്തടി പൊന്നോ, നിന്നെ നോക്കിക്കൊണ്ടങ്ങനിരിക്കാം. ചക്കരച്ചേലുള്ള പെണ്ണെ, എൻ്റെ കുഞ്ഞു മനസ്സിലെ പൊന്നോ, എന്തൊരു ചന്തടി പൊന്നോ, നിന്നെ നോക്കിക്കൊണ്ടങ്ങനിരിക്കാം. ആ കാണും മാമല ചോലെ. ഇതാണ് ആ അതുല്യ കലാകാരി. മോളെ, എന്താണ് പേര്? എൻ്റെ പേര് അമൃത അശോകൻ. ആ, ഞാൻ SNSM HSS ഇളമ്പുള്ള സ്കൂളിൽ +2 വിദ്യാർത്ഥിനിയാണ്. ആ, എൻ്റെ സ്ഥലം കുണ്ട്ര പെരുമ്പുഴ. ആ. അപ്പം നമ്മുടെ മച്ചാൻ മീഡിയയിലെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു ആശംസ കൊടുക്കുക. മച്ചാൻ മീഡിയസിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആ, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആ. എല്ലാവരും മച്ചാൻ മീഡിയ ഫ്രാഞ്ചൈസ് ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം ശരി, എന്നാൽ ഓക്കെ, നമുക്ക് ആരംഭിക്കാം. വാ, ഉക്കാരപ്പാ. ഇപ്പം +2 പഠിക്കുന്നത് അല്ലേ? അതെ, എവിടെയാണ്? ഇളമ്പള്ളൂർ സ്കൂളിലാണ്. ഇളമ്പള്ളൂർ. കുണ്ട്ര. ഏതാണ് വിഷയം? ഹ്യൂമാനിറ്റീസ്. ഹ്യൂമാനിറ്റീസ് ആണ്. ഓക്കെ, നല്ല സ്കോപ്പുള്ള വിഷയമാണ്. LLB എടുക്കാനാണോ താല്പര്യം? അല്ല, ഡിഗ്രി മ്യൂസിക് എടുത്ത് അങ്ങനെ. ഡിഗ്രി മ്യൂസിക് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം. ഇപ്പോൾ എത്ര വർഷമായി മോള് ഈ സംഗീതം പഠിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ സംഗീതം അങ്ങനെ പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ല. ആ, അവിടെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യമായി പാടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കാവിലെയമ്മയോടന്നാദ്യം കേണവൾ ആശിച്ച ആണിനെ തന്നിടാനായി, ആരാരും മോഹിക്കുമെന്താണൊരുത്തനെ നാലാളറിയാലെ തന്നിടാനായി. മിന്നും കെട്ടിട്ട് സിന്ദൂരം തൊട്ടിട്ട് എൻ കയ്യെ നിൻ കയ്യിൽ തന്നിടുമ്പോൾ, ഒരു നാളും കൈവിടാതെന്നെ നോക്കാനായി ഉള്ളൂരുകി അന്ന് ചൊല്ലിയില്ലേ ഞാൻ. കാവിലെ അമ്മയോടന്നാദ്യം കേണവൾ ആശിച്ച ആണിനെ തന്നിടാനായി, ആരാരും മോഹിക്കുമെന്താണൊരുത്തനെ നാലാളറിയാലെ തന്നിടാനായി. അടിപൊളി, അടിപൊളി, അടിപൊളി. അതിഭയങ്കരമായ ലയനമാണ് സത്യം. കാരണം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? സംഗീതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു സ്വന്തമായൊരു രൂപമോ ഭാവമോ ഇല്ലാത്ത ഒരേ ഒരു കലാരൂപം എന്ന് പറഞ്ഞാൽ സംഗീതമാണ്. അപ്പം അത് മോൾക്ക് യഥാർത്ഥത്തിൽ മോളുടെ ഒരു പാട്ടിനകത്ത് ഒറ്റ പാട്ടിൽ തന്നെ സത്യത്തിൽ എനിക്ക് ആ ഒരു ലയനം നല്ല രീതിയിൽ ഫീൽ ചെയ്തു. പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഓക്കെ, പിന്നെ വിശേഷങ്ങൾ മോളെ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, അമ്മൂമ്മ. അച്ഛൻ, അനുജൻ, അമ്മ, അമ്മമ്മ. അച്ഛൻ എന്താണ് ജോലി മോളെ? അച്ഛൻ നവോദയ സ്കൂളില് ഗാർഡൻ, നവോദയ പബ്ലിക് സ്കൂള്, കൊട്ടാരക്കരയില് ഗാർഡന്റെ ഒക്കെ പണിയായിട്ട്. അമ്മ? അമ്മ വീട്ടില്. അനുജൻ എന്ത് ചെയ്യുന്നു? അനിയൻ ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ അമ്മമ്മ? അമ്മൂമ്മ അവിടെ ഉണ്ട്. ഇത്രയും പേരടങ്ങുന്നതാണ് കുടുംബം. ഓക്കെ, അപ്പം നമുക്ക് മോള് ഈ ഇപ്പം ആദ്യം പാടിയത് ഒരു നാടൻ പാട്ടിൻ്റെ ഒരു ടച്ചുള്ളൊരു പാട്ടാണ് പാടിയത്. വേറെ പാട്ടുകൾ പാടാറുണ്ടോ? വേറെ പാട്ടുകൾ പാടാറുണ്ട്. അപ്പം നമുക്കൊരു ഇപ്പം ഞാൻ എൻ്റെ ഒരു സജഷൻ പറയട്ടെ, ഒരു മാപ്പിള പാട്ട് പാടാമോ?
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സത്യത്തിൽ മാപ്പിളപ്പാട്ടുകളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നാടൻപാട്ട് ഇഷ്ടമാണ്. പക്ഷേ എങ്കിലും എനിക്ക് ഭയങ്കരമായ തീവ്രമായ ഒരു ഇഷ്ടമുണ്ട് മാപ്പിളപ്പാട്ടിനോട്. ഒരു പാട്ട് പാടാമോ? ഏത് പാട്ടാണ് പാടുന്നത്? മാപ്പിളപ്പാട്ടല്ലത്, മാപ്പിളപ്പാട്ടിനാണെങ്കിൽ ഇരിക്കും എന്ന് പറയുന്നത് ഏത് പാട്ടാണ്? എന്നാലും ശരി, ഓക്കെ, എന്തായാലും ആ പാട്ട് നമുക്ക് കേൾക്കാം, കുഴപ്പമില്ല. പ്രേക്ഷകർ അത് മനസ്സിലാക്കും. ഓക്കെ, ആ പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടുക. നടക്കുമ്പോളോർക്കില്ല കിടക്കുമെന്ന്, നാം വീട്ടലയ്ക്കുമ്പോൾ കൽബിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മെ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന്, മടങ്ങുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന്, മടങ്ങുമെന്ന്. താങ്ക് യു. സത്യത്തിൽ പിന്നെ ഈ പാട്ട് കേട്ടപ്പോഴേ എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്ത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കുഞ്ഞിൻ്റെ ഒരു പാട്ടിൻ്റെ ലയനം ഞാൻ ആദ്യമേ പറഞ്ഞൊരു സംഭവമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇമ്പ്രസീവ്ഡാണ്. കാരണം അത് എല്ലാവർക്കും കിട്ടുന്നൊരു സംഭവമല്ല ഈ ലയനം എന്ന് പറയുന്നൊരു സംഭവം. അത് മോൾക്ക് അസാധ്യമായിട്ടുണ്ട് സത്യം. പിന്നെ ഇപ്പം സെക്കൻഡ് ഇയർ ആണോ ഫസ്റ്റ് ഇയർ ആണോ? സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ട് നേരെ പിന്നെ മ്യൂസിക് ചെയ്യാനാണ് താല്പര്യം അല്ലേ? വേറെ ഒന്നുമില്ല. എവിടെയാണ്? സ്വാതിയിൽ പോകാനാണോ? അങ്ങനെയൊന്നുമില്ല. അല്ല, എന്നാലും അങ്ങനല്ല, നമ്മുടെ മനസ്സിലൊരു അംബീഷൻ ഉണ്ടല്ലോ. അത് എവിടെ പോകാനാണെന്നാണ് ഞാൻ ചോദിച്ചത്. അത് ട്രിവാൻഡ്രത്ത്. യെസ്, സ്വാതി തിരുനാൾ കോളേജ്, ട്രിവാൻഡ്രം. അവിടെയാണ് ഈ ലെജൻഡുകളെല്ലാം പഠിച്ചിറങ്ങിയത്. ആരാ ലെജൻഡ് എന്ന് പറഞ്ഞാൽ? ആരാണ്? ഈ മെയിനായിട്ട് ടി വിയിലൊക്കെ പാടുന്ന സിംഗേഴ്സും എല്ലാം. ദാസേട്ടൻ, രവീന്ദ്ര മാഷ്, ചിത്ര ചേച്ചി, ഇവരെല്ലാം അവിടെ നിന്ന് വന്നവരാണ്. അപ്പം അത് പോട്ട് കുഴപ്പമില്ല. പിന്നെ മോളെ, ഈ പാട്ടിലോട്ട് വരാനുള്ള പ്രചോദനം എങ്ങനെയാണ്? വീട്ടിലെ മാമാരൊക്കെ പാടും. പിന്നെ എന്നെ എല്ലാ സ്ഥലത്തും മത്സരത്തിനൊക്കെ വീട്ടുകാരെല്ലാം നല്ല സപ്പോർട്ട്. എവിടെയാണ് മാമന്മാർ പാടെന്ന് പറഞ്ഞാൽ? മാമന്മാരുടെ പേരെന്ന് പറഞ്ഞേ? മാമന്മാര് അമ്മയ്ക്ക് 5 ആങ്ങളമാരാണ്. അതിനകത്ത് എവിടെയാണ് അമ്മയുടെ സ്വദേശം? എവിടെയാണ്? കിഴക്കേ കല്ലട. ഓക്കെ. അപ്പം മാമന്മാർ ആരൊക്കെ പാടുന്നത്? മാമന്മാരുടെ പേര് പറഞ്ഞേ. ശിവലാല്, ശിശുലാല്, സാബുലാല്. ശിവലാൽ കല്ലട അല്ലേ? ശിവലാൽ കല്ലടയുടെ പെങ്ങട മോള്. അപ്പം മാമനെ വിളിച്ചിട്ട് ചോദിക്കണം, മച്ചാക്കാട്ടൂർ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നെന്ന് പറയാം. അപ്പം മാമൻ എന്ത് പറയുമെന്നറിയാം. ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ് സത്യത്തിൽ. ഇപ്പം മോളിത് പറഞ്ഞപ്പോഴാണ് ഞാനത് അർത്ഥത്തിൽ അറിയുന്നത്. കാരണം ഈ ഇത്രയും ഒരു എന്താ പറയുന്നത്, ഒരു മോളുടെ ഒരു പിന്നെ റിലേറ്റീവ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. പക്ഷേ ശിവലാൽ ഓൾറെഡി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കേട്ടോ. അതൊക്കെ അതെന്തായാലും നല്ലൊരു കാര്യം. അപ്പം മോളെ, നമ്മുടെ മീഡിയയിലെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ലൊരു നാടൻ പാട്ട് നമുക്ക് കൊടുക്കുക. ആരരുമാവത്തെ കാലത്തു ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തെ പട്ടിണി മാറ്റിയ ദൈവമാണൊട്ട വണ്ടി. 100ന്റെ നോട്ടിനൊരപ്പകലില്ലാതെ നട്ടോട്ടം ഓടിടുമ്പോ കിക്കർ വലിച്ചെന്റെ കൈയും നടുവും തളർത്തിയൊരൊട്ട വണ്ടി. ആരരുമാവത്തെ കാലത്തു ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തെ പട്ടിണി മാറ്റിയ ദൈവമാണൊട്ട വണ്ടി. 100ന്റെ നോട്ടിനൊരപ്പകലില്ലാതെ നട്ടോട്ടം ഓടിടുമ്പോ കിക്കർ വലിച്ചെന്റെ കൈയും നടുവും തളർത്തിയൊരൊട്ട വണ്ടി. താങ്ക് യു വെരി മച്ച്. പിന്നെ ഇപ്പം പ്രോഗ്രാമിന് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. ഏത് സമിതിയിലാണ്? ഇപ്പം ഗസ്റ്റായിട്ടൊക്കെ വിളിക്കുന്നവരുടെ കൂടെ പോയി. ഇപ്പം സ്ഥിരമായിട്ട് അങ്ങനെ പോകുന്നില്ല, ആരുടെയും കൂടെ ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട്. ഇപ്പം പിന്നെ എത്ര വർഷമായി നമ്മൾ പ്രൊഫഷണലി പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ 2ാം ക്ലാസ് മുതൽ
ഞാൻ ഈ നാടൻപാട്ടിലൊക്കെ 2ാം ക്ലാസ് മുതൽ പ്രൊഫഷണലി പ്രോഗ്രാം ചെയ്യുന്നുണ്ടല്ലോ. സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ടല്ലേ? അത് ഭയങ്കര ഒരു ക്വാളിറ്റിയാണ് മോളെ, സത്യം. അതൊരു പക്ഷേ മോളുടെ ഈ ഒരു ലയനത്തിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. അത് പ്രത്യേകം എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ നാടൻ പാട്ടും ഇങ്ങനെയുള്ള പാട്ടുകളല്ലാതെ സിനിമാ പാട്ടുകൾ, പിന്നെ മറ്റ് തമിഴ് സോങ്ങുകളൊക്കെ പാടാറുണ്ടോ? പാടാറുണ്ട്. അപ്പം എൻ്റെ അടുത്ത് മെസ്സഞ്ചറിൽ എൻ്റെ കുറേ FB ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ஐயா நீங்கள் என்ன சொல்கிற, எனக்கு இங்கே மலையாளம் தெரியல, ஆனால் தமிழ் பாட்டு பாடுறவங்க யாராவது இருக்காங்க, அவரை கொஞ்சம் இப்போ வீடியோவில் இப்போ காமிக்கிறேன்னு சொன்னேன். அப்போ நான் அவர்கிட்ட திருப்பி சொன்னேன், சரி ஓகே, நான் ஏதாவது யாராவது வந்தால் சரி கண்டிப்பாக அவரை உங்கள் முன்னில் கொண்டு வருவேன். അപ്പം മോക്ക് ഇഷ്ടപ്പെട്ട ഒരു തമിഴ് സോങ് ഒന്ന് പാടുക. ചിന്ന ചിന്ന വണ്ണക്കുയിൽ കൊഞ്ചി കൊഞ്ചി കൂവുതമ്മ, ചിന്ന ചിന്ന വണ്ണക്കുയിൽ കൊഞ്ചി കൊഞ്ചി കൂവുതമ്മ, പുരിയാത ആനന്ദം പുതുതാരംഭം, പുരിയാത ആനന്ദം പുതുതാരംഭം, പൂത്താടും തെന്മുട്ട് നാന നാന, ചിന്ന ചിന്ന വണ്ണക്കുയിൽ കൊഞ്ചി കൊഞ്ചി കൂവുതമ്മ. താങ്ക് യു മോളെ, ഒരുപാട് സന്തോഷം. മോൾക്ക് നാടൻ പാട്ടിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? നാടൻ പാട്ടില് മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ്. പിന്നെ ബാനർജി മാമൻ്റെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. ബാനർജി മാമൻ്റെ പാട്ടുകൾ സത്യം. കാരണം പറഞ്ഞാൽ എവിടെ പോയാലും ബാനർജി എന്ന് പറയുന്ന ഒരു അതുല്യ പ്രതിഭയുടെ ഒരു പേര് സത്യത്തിൽ പറയാത്തവരാരുമില്ല. അതുപോലെ തന്നെ മണിച്ചേട്ടൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബാനർജി. കാരണം പുള്ളിയുടെ പേര് പറയാത്തവരാരുമില്ല. നമ്മൾ സത്യത്തിൽ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ശരി ഓക്കെ, ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ മോളെന്തായാലും പറഞ്ഞു. ഓക്കെ മോളെ, മണിച്ചേട്ടൻ്റെ മിന്നാമിനുങ്ങ് എന്ന പാട്ടിൻ്റെ 2 ശകലം നമ്മുടെ മീഡിയ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടുക. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ, മിന്നാമിനുങ്ങേ. താങ്ക് യു മോളെ, ഒരുപാട് സന്തോഷം. അപ്പം എന്തായാലും ബാനർജിയെക്കുറിച്ച് പറഞ്ഞല്ലേ, ബാനർജിയുടെ മോക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടുക. അമ്പൽ കിളിയേ നിനക്കു ഞാൻ തലയിൽ ചൂടാനൊരു പൂതരാം, കുരുത്തൊല പൂതരാം, അമ്പലപ്പടവിൽ കളിയാടും നേരം കണ്ടു ഞാൻ കിലുകിലുങ്ങണ കുലുസ്, കിലുങ്ങണ കുലുസ്, ആമ്പൽ കിളിയേ നിനക്കു ഞാൻ തലയിൽ ചൂടാനൊരു പൂതരാം, കുരുത്തൊല പൂതരാം. ഓക്കെ, പിന്നെ ഈ സിനിമയിൽ പാടാനാണോ ആഗ്രഹം അതോ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാനാണോ ആഗ്രഹം? സിനിമയിൽ പാടാനും ആഗ്രഹമുണ്ട്. എല്ലാ ഗായകരുടെയും ആഗ്രഹം സിനിമയിൽ പാടുക എന്നുള്ളതാണ്. എങ്കിലും പിന്നെ സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യാൻ താല്പര്യം ഉണ്ടോ? ഉണ്ട്. അപ്പം സത്യത്തിൽ ഈ സ്റ്റേജ് പ്രോഗ്രാമിൽ നിന്നാണ് എല്ലാവരും സിനിമയിലേക്ക് എത്തപ്പെടുന്നത്. മനസ്സിലായോ? ഈ നമ്മുടെ മീഡിയയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും സ്റ്റേജ് പ്രോഗ്രാമിൽ നിന്നാണ് സിനിമയിൽ എത്തപ്പെട്ടത്. അതിൽ ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ ഡയറക്റ്റ് എൻട്രി ആവുന്നത്. അപ്പം മോളുടെ ഒരു ആഗ്രഹം മോൾ ആദ്യമേ പറഞ്ഞിരുന്നു, പിന്നെ മ്യൂസിക് ചെയ്യണം, പിന്നെ സ്വാതന്ത്ര്യ കോളേജിൽ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ മ്യൂസിക്കിലോട്ട് തന്നെ വരാനാണ് താല്പര്യം. മോളെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും പിന്നെ മോളെ ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ ചെയ്യുന്നതും ആരാണ്? എൻ്റെ വീട്ടുകാർ തന്നെയാണ്. അത് തന്നെ. ആരാണ് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ ചെയ്യുന്ന ആരാണ്? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? അമ്മ കലാകാരിയാണോ? അമ്മ പാടത്തൊന്നുമില്ല, എങ്കിലും എന്നെ കലോത്സവത്തിനൊക്കെ ആയാലും പിന്നെ അടുത്തുള്ള മത്സരങ്ങളൊക്കെ ആയാലും എന്നെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകും.
അമ്മയും അമ്മൂമ്മ എല്ലാരും. ഇപ്പൊ ഈ പഞ്ചപാണ്ഡവർ 5 പേരും പാടുന്നത് കൊണ്ടാണോ അമ്മ പാട്ടിൽ നിന്ന് മാറിയത്? അമ്മ അങ്ങനെ അല്ല, പാട്ട് പാടും, അല്ലാതെ 5 പേരുടെ പെങ്ങളാണ് അമ്മ എന്ന് പറഞ്ഞു. അപ്പം ഈ 5 പേരും പാട്ടുകാരാണ്, അല്ലെങ്കിൽ കലാഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നാനാ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ അമ്മ മാത്രം അതിനകത്ത് പിന്നെ ഒന്നുമല്ല. എന്തോ അമ്മയ്ക്ക് അതിനകത്തൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞു. പക്ഷെ അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. താല്പര്യമില്ലാത്തത് കൊണ്ടാണോ, അതോ ഇനിയിപ്പോൾ 5 പേരുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാ ഇതിനകത്ത് കിടന്ന് പിന്നെ കൂട്ടിമുട്ടുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടാണോ ഞാൻ ചോദിച്ചത്. അമ്മ അങ്ങനെ വലുതായിട്ട് അങ്ങനെ പാടത്തൊന്നുമില്ല. പിന്നെ ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കുമ്പോ ഞാൻ പാടുമ്പോ എന്നെ പറഞ്ഞു തരും, തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം നമ്മുടെ മീഡിയയിലെ പ്രേക്ഷകർക്ക് വേണ്ടി പാടുക. മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം, മോൾക്ക് അത്യാവശ്യം ഇച്ചിരി കൂടുതൽ അറിയാവുന്ന ഒരു ഗാനം. ഓക്കെ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ, ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ, പാലാഴി പാൽ കോരി സിന്ദൂരപ്പൂ തൂകി പൊൻകുഴലൂതുന്നു തെന്നൽ. പാലാഴി പാൽ കോരി സിന്ദൂരപ്പൂ തൂകി പൊൻകുഴലൂതുന്നു തെന്നൽ. മിനിമോൾ തൻ സഖിയാകാൻ കിളിമകളെ നിരലകമേ മാരിവില്ലു ഞാലിലാടി നീ വാവാ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ, ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ. താങ്ക് യു മോളെ. ഇത് ചുമ്മാ ചെയ്ത് കേട്ടോ. മോൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു നാടൻ പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടുക. പൂങ്കുയിലേ പൂങ്കുയിലേ എത്തട നാളാണ് കാത്തിരുന്നേ, എത്തട നാളാണ് കാത്തിരുന്നേ, നാളാണ് കന്നിപ്പൊന്നേ നാനു ആടാத ரோச கண்ணே, നാളാണ് കന്നിപ്പൊന്നേ നാനു ആടാத ரோச കണ്ണേ. അസരദ വസലടി അടപ്പുകൂ വിധിയടി, അസരദ വസലടി അടപ്പുകൂ വിധിയടി, இந்த பட்டத்து அணையோட நீயோ பந்தயமா போட வந்த, இந்த பட்டத்து அணையோட நீயோ பந்தயமா போட வந்த. பூங்குயிலே பூங்குயிலே எத்தட நாளான காத்திருந்தே, நான் எத்தட நாளான காத்திருந்தே, நாளான கண்ணி பொன்னே நானு ஆடாத ரோசா கண்ணே, நாளான கண்ணி பொன்னே நானு ஆடாத ரோசா கண்ணே, நானு ஆடாத ரோசா கண்ணே. താങ്ക് യു വെരി മച്ച് മോളെ. ഇത്രയും നേരം നമ്മുടെ മച്ചാൻ മീഡിയയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂവിന് തയ്യാറായ മോൾക്കും അതിലുപരി പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത മോളുടെ ഫാമിലിക്കും മച്ചാൻ മീഡിയയിലെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതിലുപരി മച്ചാൻ മീഡിയയിലെ പ്രേക്ഷകരുടെ ഇടയ്ക്ക് ഭാഗത്തു നിന്ന് കുറച്ച് കമൻറ്റ് വന്നു. പിന്നെ എന്താണ്, എഡിറ്റിംഗ് ഉണ്ടോ അതോ പിന്നെ താങ്കൾ ക്യാമറ ഉപയോഗിച്ചാണോ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി. ദയവ് ചെയ്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് ക്യാമറയോ മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പിന്നെ മൊബൈലിൽ തന്നെ എൻ്റെ വൈഫാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. ഓൺ വോയിസ് തന്നെ ഇതിനകത്ത് എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ലൈവ് അങ്ങ് ചെയ്യുകയാണ്. അപ്പം ദയവ് ചെയ്ത് സാങ്കേതിക പ്രോബ്ലം നിങ്ങൾ ക്ഷമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം മോളെ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ഓളമുള്ള ഒരു നാടൻ പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടാം. നല്ല, അതായത് മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രെൻഡി ആയിട്ടുള്ള ഒരു നാടൻ പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടുക.
താതമ്പി തരികിടതോ തതി ഗുർദൈ താതമ്പി തരികിടതോ തതി ഗുർദൈ താതമ്പി തരികിടതോ തതി ഗുർദൈ താതമ്പി തരികിടതോ തതി ഗുർദൈ ഇവിടുത്തെ വലിയമ്മോ തതി ഗുർദൈ ഇവിടൊരു കളി തുടങ്ങാം തതി ഗുർദൈ താതമ്പി തരികിടതോ തതി ഗുർദൈ താതമ്പി തരികിടതോ തതി ഗുർദൈ എന്തൊരു കളിയാണോ തതി ഗുർദൈ എന്തോന്ന് കളിയാണോ തതി ഗുർദൈ താതമ്പി തരികിടതോ തതി ഗുർദൈ താതമ്പി തരികിടതോ തതി ഗുർദൈ. ഓക്കെ, താങ്ക് യു മോളെ. നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു ആശംസ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാട്ട് കൂടെ പാടാം. നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വീണ്ടും ഒരു ആശംസ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക എന്നും പറഞ്ഞ് ഒരു ആശംസ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാട്ടുകൂടെ പാടാം, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. മച്ചാൻ മീഡിയ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണം. ഓക്കെ. അപ്പോഴേ നിങ്ങൾ ഈ പാട്ട് കേൾക്കുന്നവർക്ക് ഏകദേശം മനസ്സിലാകും ഈ ഒരു കുഞ്ഞു കലാകാരിയുടെ പാട്ട് എന്താണ്, ഈ ഒരു കുഞ്ഞിൻ്റെ ലയനം, പാട്ടിൻ്റെ ലയനം എന്താണ്, താളം എന്താണ് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വിശ്വാസമാണ് ഏറ്റവും വലുത്. അപ്പം മോളെ, നമുക്ക് നാടൻ പാട്ടല്ലാത്ത ഒരു ലളിതഗാനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടി നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. രാധികേ രാധികേ ഘനശ്യാമവന്നൻ്റെ പ്രിയ നായികേ പ്രജഹൃദയത്തിലെ സുരഗായികേ രാഗിലമാം നിന്റെ മാനസമെന്തിനീ മൂകമീരാവിൽ വിതുമ്പിടുന്നു നിന്റെ ജീണ എന്തേ നിറഞ്ഞിടുന്നു രാധികേ രാധികേ. താങ്ക് യു മോളെ, താങ്ക് യു. ഒരുപാട് സന്തോഷം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻ്റർവ്യൂവിന് തയ്യാറായതിനും അതിലുപരി ഞങ്ങൾ വിളിക്കാതെ വന്നതാണ്. അപ്പം എവിടെയോ യാത്ര പോകാൻ വേണ്ടി ഞങ്ങളെ തിരക്കത്തിലായിരുന്നു. പക്ഷേ എങ്കിലും പറഞ്ഞു കേട്ടോ, പിന്നെ കുഴപ്പമില്ല, ഞങ്ങൾ യാത്ര നാളെ ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. അച്ഛനും അമ്മയും എല്ലാവരും പറഞ്ഞു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് മച്ചാക്കാട്ടുണ്ട് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നും. അപ്പോൾ മോളെ ഒരുപാട് സന്തോഷം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും വളർന്നു വരുന്ന കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. മോളെ, എൻ്റെ ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രശസ്തരല്ലാത്ത പ്രഗത്ഭരെയാണ് ഞാൻ ചാനലിലൂടെ കൊണ്ടുവരുന്നത്. അത് കൂടുതലും നമ്മുടെ പ്രാന്തപ്രദേശങ്ങളും നമ്മുടെ നാട്ടിലുമുള്ള കലാകാരന്മാരെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നതും ഇതുവരെ ശ്രമിച്ചിട്ടുള്ളതും. അതിൽ ഇപ്പം നമ്മുടെ പ്രാന്തപ്രദേശമെങ്കിലും നമ്മുടെ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാവരെയും ഞാൻ മാക്സിമം കവർ ചെയ്യും. അപ്പം എല്ലാവരും ഈ പ്രോഗ്രാം കാണുന്നവർ ഈ ഒരു കുട്ടിയുടെ പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ കുഞ്ഞു മോളാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പിന്നെ എന്താ പറയുന്നത്, മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.